+1 എക്സാം ഇങ്ങ് അടുത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ പതിയെ പുസ്തകമൊക്കെ പൊടി തട്ടിയെടുത്ത് എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേയധികം ആളുകൾ റിവിഷൻ ക്ലാസ്സിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാ ചാപ്റ്റേഴ്സും ഒരേ രീതിയിൽ പഠിച്ചാൽ മതിയോ? അല്ല. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ഒരേ രീതിയിൽ പഠിച്ചാൽ പോരാ. അതിന് നമ്മൾ ചാപ്റ്റർ വെയിറ്റേജ് നമ്മൾ പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി അതിന്റെ വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ചാപ്റ്റർ വെയിറ്റേജ് മാത്രം മനസ്സിലാക്കി ആ ചാപ്റ്റർ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നു. അതാണ് കുറേ ആളുകൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് വെയിറ്റേജ് ഉണ്ട്, ഇത് കുറേ നേരം പഠിച്ചേക്കാം. അതാണോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം? അല്ല. ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്താണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത് എന്നൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട്. ആ ചാപ്റ്റർ നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പം ഒന്നാമത് നമുക്കറിയാം, ഇപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാം മാറിയിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുള്ളത്, എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് ഏരിയയാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ ചാപ്റ്ററിലും എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ചാപ്റ്ററിൽ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ കുറേ നേരം ഇരുന്ന് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ പഠിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റില്ല. നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്, ഓരോ ചാപ്റ്ററും നമ്മൾ എത്രമാത്രം സ്ട്രെസ് കൊടുക്കണം, ആ ചാപ്റ്ററിൽ എന്താണ് പഠിക്കേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ +1 ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പം ചാപ്റ്റർ ഇമ്പോർട്ടൻസ് വെച്ചാൽ എല്ലാ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഓക്കെ, 8 മുതൽ 10 മാർക്കിന് വരെ ചോദ്യമാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ നമുക്കൊരു 4 സ്റ്റാർ, നമുക്കൊരു 3 സ്റ്റാർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിന് കൊടുക്കാം. 1 സ്റ്റാർ ഞാനങ്ങ് വെട്ടുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ അല്ല. ഓക്കെ, ഒരു മീഡിയം ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഒരു 3 സ്റ്റാർ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കണം, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഡെഫിനേഷൻ, ക്ലാസിഫിക്കേഷൻ, ഒബ്ജക്റ്റീവ്സ്, ബിസിനസ് റിസ്ക്, ഈ ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ബിസിനസിന്റെ ഡെഫിനേഷനും ക്ലാസിഫിക്കേഷനും ബിസിനസ് റിസ്ക് എന്നുള്ള ടോപ്പിക്ക് നിങ്ങളിവിടെ മറന്നു പോയി. ഇനി ഇതിന് എക്സ്പെക്ട് ചെയ്യുന്നത് കോമൺ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം, ആൻഡ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അതായത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അല്ല 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ ആൻസർ എഴുതാം. അപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു 4 to 5 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം 4 മാർക്കിന് ചോദ്യം 5 പോയിന്റ് പഠിച്ച് വെച്ചോളൂ. കാരണം 5 മാർക്കിന് വന്നാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതിലുപരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 5 പോയിന്റ് പഠിച്ചാൽ നമ്മൾ 4 നമുക്ക് ഓർക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പം ഒരു ഷോർട്ട് ആൻസർ ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് അങ്ങനെ എടുക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷന് ഞാൻ എത്ര സ്റ്റാർ കൊടുക്കുന്നു വെച്ചാൽ 1 സ്റ്റാർ മുടവട്ടം 3 4 സ്റ്റാർ കൊടുക്കും. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. 12 മുതൽ 14 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്ത് ചെയ്യുന്നുണ്ട്, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതാം, ഓരോ ടോപ്പിക്കും. അതായത് നമ്മൾ ഡിഫറെന്റ് ഫോംസ് ആണ് പഠിക്കുന്നത്, അല്ലേ? ഡിഫറെന്റ് ഫോംസ് ഓഫ് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഏത് വേണം ചോദിക്കാം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആകാം, പാർട്ട്ണർഷിപ്പ് ആകാം ചോദിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ജോയിൻസ് കമ്പനിയെ കുറിച്ച് ആവാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഫീച്ചേഴ്സ്. ഓക്കെ, അതായത് നമ്മൾ വെരി ഹൈ സ്കോറിംഗ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ ചോദിക്കുമ്പോൾ ആ ലോങ് എസ്സേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി പ്രത്യേക ഒരു 2 മാർക്കിന് ആൻസർ എഴുതുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വെരി ഹൈ സ്കോറിംഗ്, അതാണ് പറഞ്ഞത്, വെരി ഹൈ സ്കോറിംഗ് കാറ്റഗറി വരുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ തേർഡ് ചാപ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസ്. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റും, നമുക്കൊരു 3.5 സ്റ്റാർ ഒക്കെ കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3.5 സ്റ്റാർ ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസ്. 6 to 8 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത കോൺസെപ്റ്റ്, അതായത് ഓരോ കോൺസെപ്റ്റ് എന്താണ് പ്രൈവറ്റ്, എന്താണ് പബ്ലിക് ബിസിനസ്, എന്താണ് ഗ്ലോബൽ എന്റർപ്രൈസ്, ആ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുക. ദെൻ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസ് ഒക്കെ പഠിക്കുമ്പോൾ ജസ്റ്റ് ഇത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഗ്ലോബൽ എന്റർപ്രൈസ് ആണോ, ഇത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. അത് ആ സെന്റൻസ് വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അത് ഏത് ടൈപ്പ് ഓഫ് എന്റർപ്രൈസ് ആണ്. അതാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഫീച്ചേഴ്സ് എഴുതാനല്ല, ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഫീച്ചേഴ്സ് എഴുതാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കുക ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക.
ബൈ ഹാർട്ട് ചെയ്യാന്നല്ല, എന്താണ് അതെന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനത്തെ ചോദ്യങ്ങൾ നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മുടെ ബാങ്കിങ് സർവീസ് ആണ്. ഇത് ഞാൻ 1 സ്റ്റാറും വെട്ടാൻ പോകുന്നില്ല, 4 സ്റ്റാർ ഉണ്ട്, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. ഓക്കെ, 12 to 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി ടൈപ്പ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്, കമ്പൽസറി ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ബാങ്കിങ്ങിൽ നിന്നോ ഇൻഷുറൻസിൽ നിന്നോ നമ്മൾ കുറെ അധികം മൈലായിട്ട് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് ബാങ്കിങ്ങും ഇൻഷുറൻസും ആണ്. ഓക്കെ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ നിന്ന് ചോദ്യമില്ലാത്തൊരു ചോദ്യ പേപ്പർ വരാനായിട്ട് പോകുന്നില്ല. ബിസിനസ് സ്റ്റഡീസിന്റെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കി, നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ബാങ്കിങ്ങിൽ നിന്നോ ഇൻഷുറൻസിൽ നിന്നോ ഉറപ്പായിട്ടും ചോദ്യം ചോദിച്ചിരിക്കും. അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ അവിടെ ഫോക്കസ് ചെയ്യേണ്ട ആ 2 കാര്യങ്ങളാണ്. അടുത്ത എമർജിംഗ് മോഡ് ഓഫ് ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു 2 സ്റ്റാർ ഒക്കെ കൊടുത്താൽ മതി. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്, MCQ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്മോൾ ആൻസേഴ്സ്, മാക്സിമം സ്മോൾ ആൻസർ ക്വസ്റ്റ്യൻ. ഓക്കെ, അതൊക്കെ ആയിരിക്കാം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് നിങ്ങളോട് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതിയാകും. ഓക്കെ, MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങളാകും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ മാത്രം ആ ഒരു ചാപ്റ്ററിനെ കണ്ടാൽ മതി. നെക്സ്റ്റ് ചാപ്റ്റർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ്. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 സ്റ്റാർ കൊടുത്താൽ മതി. ഓക്കെ, അല്ല ഒരു 2.5 സ്റ്റാർ നമുക്ക് കൊടുക്കാനായിട്ട് വരും. അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സിലോട്ട് വരുന്ന സമയത്ത് 6 to 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇവിടെ തിയറി ബേസ്ഡ് ലോങ് ആൻസേഴ്സ് ചോദിക്കും. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത ഈസി സ്കോറിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്ത്, നിങ്ങൾ ഈ കോൺസെപ്റ്റ് ഇരുന്ന് കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണ് ചാപ്റ്ററിൽ ഉള്ളത് പോയിന്റ്സ് മനസ്സിലാക്കി നിങ്ങൾക്ക് കയ്യിൽ നിന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അത് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചാപ്റ്റർ. അധികം എഫേർട്ട് ഇടാണ്ട്. അപ്പൊ ചില ആളുകൾ ഈ ചാപ്റ്റർ ചിലപ്പം എന്ത് ചെയ്യുന്നുണ്ട്, സ്കിപ്പ് ചെയ്തിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ചില ചാപ്റ്റേഴ്സ് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ സെലക്ട് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ഈ ചാപ്റ്റർ പഠിക്കുക. കാരണം നിങ്ങൾ ഒരു തവണ ഈ ചാപ്റ്റർ കൂടെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ചാപ്റ്ററിന് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അറിയാം എന്താണ് ആ ചാപ്റ്റർ കിടക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാൽ മതി. എന്തൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, അതൊക്കെ ഒരു തവണ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് പഠിക്കാതെ പോകുന്നില്ല, സെലക്ട് ചെയ്ത് മാത്രം പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണത്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ചാപ്റ്റർ ഫോർമേഷൻ ഓഫ് എ കമ്പനി. അതിൽ ഞാൻ 1 സ്റ്റാറും വെട്ടുന്നില്ല. 10 മുതൽ 12 മാർക്കിന് വരെ ചോദ്യങ്ങൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് എസ്എ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പം മെയിൻ ആയിട്ട് ഡിഫറെന്റ് സ്റ്റേജസ്, അതായത് ഒരു കമ്പനി ഫോം ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേജസും അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 4 സ്റ്റാർ നമ്മളോട് കൊടുത്തേക്കാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. സ്റ്റേജ്, ഒരു കമ്പനി ഫോം ചെയ്യുന്നത്. കാരണം നമ്മൾ എന്തായാലും ബിസിനസ് സ്റ്റഡീസ് ആണ് പഠിക്കുന്നത്. അപ്പൊ ബിസിനസ് സ്റ്റഡീസ് പഠിച്ചിട്ട് ഒരു കമ്പനി എങ്ങനെ ഫോം ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം ഡെഫിനറ്റ്ലി. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഡെഫിനറ്റ്ലി ബിസിനസ് സ്റ്റഡീസ് എത്രമാത്രം നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങളെ അളക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ആ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. സ്മോൾ ബിസിനസ്സിലോട്ട് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. അതിലും ഞാൻ സ്റ്റാർ വെട്ടുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ലോങ് ആൻസേഴ്സ് അഷ്യൂർഡ്. ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്തായാലും ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ്, ഓക്കെ, കോർ ഫിനാൻസിനെ കുറിച്ചാണ് ആ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ് ഏതൊക്കെയാണ് എന്നൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് വരുന്ന ടൈമിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിന് ആൻസേഴ്സ് എഴുതാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആവാം ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നെക്സ്റ്റ് ആണ് സ്മോൾ ബിസിനസ് ആണ്. അതിന് നമുക്കൊരു 2 സ്റ്റാർ കൊടുത്താൽ മതി. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 4 to 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. മെയിൻ ആയിട്ട് ഷോർട്ട് ആൻസർ ആയിരിക്കും. ഓക്കെ, റോൾ ഓഫ് സ്മോൾ ബിസിനസ് എന്താണ്, അതാണ് മെയിൻ ആയിട്ട് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. സ്മോൾ ബിസിനസിന്റെ റോൾ എന്താണ്. ഓക്കെ, പിന്നെ അപ്പോൾ റോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്നുള്ളത്, അവരുടെ അതുപോലെ അഡ്വാൻറ്റേജസ് എന്താണ് സ്മോൾ ബിസിനസ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ റോൾ ഓഫ് സ്മോൾ ബിസിനസ് പഠിക്കുക. ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡിൽ നമുക്കൊരു 3 സ്റ്റാർ ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. 7 to 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം റീറ്റെയിൽ ട്രേഡും ഹോൾസെയിൽ ട്രേഡും. ഓക്കെ, ആ ക്ലാസിഫിക്കേഷനും ആ ഫീച്ചേഴ്സുമാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അധികം ഞാൻ ഷോർട്ട് ആക്കാൻ പോകുന്നില്ല. ഈ വെറുതെ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചാപ്റ്ററിന് ചോദ്യം എന്തായാലും ചോദിക്കും. ഓക്കെ, അടുത്ത ഇന്റർനാഷണൽ ബിസിനസ്സിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് നമുക്കൊരു 3 സ്റ്റാർ കൊടുക്കാനായിട്ട് വരും. 4 to 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കും. ഡെഫിനിഷൻ, ബെനിഫിറ്റ്സ്, ഓക്കെ, പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയറിന്റെ ഡോക്യുമെന്റ്സ്. ഓക്കെ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയറിന്റെ
ഡോക്യുമെന്റ്സ് അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള അതിൽ വരുന്ന മെയ്റ്റ് റെസിപ്റ്റ്, ബിൽ ഓഫ് ലാഡർ എന്നൊക്കെ പറഞ്ഞ കുറെ അധികം ഡോക്യുമെന്റ്സ് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പം പ്രൊസീജിയർ പഠിക്കുന്നതിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആ ഡോക്യുമെന്റ്സ് എന്താണ്. അപ്പോൾ ആ പ്രൊസീജിയർ ആക്ച്വലി ഒരു കഥ പോലെ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ്സ് നിങ്ങൾ ആ കൂടെ പഠിക്കുക. സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ എന്താണ് എന്ന് പറയുന്നത്. ഒരു കഥ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ ഓർഡർ കിട്ടി, നമ്മൾ ബാങ്കിൻ്റെ അടുത്തു നിന്ന് ഗ്യാരണ്ടി വാങ്ങുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിപ്പിൽ പോയിട്ട് നമ്മൾ സ്പേസ് ബുക്ക് ചെയ്യുന്നു, ഷിപ്പ് മെയ്റ്റിൻ്റെ അടുത്ത് പോകുന്നു, അല്ലെങ്കിൽ കസ്റ്റം ഡ്യൂട്ടി നമ്മൾ അടയ്ക്കുന്നു, അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി നമ്മൾ അടയ്ക്കുന്നു, അത് റീഫണ്ട് ചെയ്ത് വാങ്ങുന്നു, നമ്മൾ ഷിപ്പിൽ പോയിട്ട് അത് ബുക്ക് ചെയ്യുന്നു, ക്യാപ്റ്റനെ കാണുന്നു. അങ്ങനെ ഒരു കഥ പോലെ നിങ്ങൾ ഓർത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് വരുന്ന ഡോക്യുമെന്റ്സ് നമുക്ക് അപ്പോൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതായത് 2 ചാപ്റ്ററായിട്ട് കിടക്കുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയറും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ ആദ്യമേ കുറച്ച് കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓരോ ചാപ്റ്ററിലും എന്താണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ എന്താണ് ഓരോ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ടത്, എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ചാപ്റ്റർ വെയിറ്റേജ് അല്ല ഞാൻ പറഞ്ഞത്, ഓരോ ചാപ്റ്ററിലും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ചാപ്റ്റേഴ്സ് പഠിക്കുക, ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നു എന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഈ ചാപ്റ്റർ വെയിറ്റേജ് ആണ്, ഇത് കുറേ നേരം പഠിച്ചേക്കാം. ആ ചാപ്റ്റർ വെയിറ്റേജ് 1 മണിക്കൂർ പഠിച്ചാൽ മതി, അങ്ങനെയല്ല. ഓക്കെ, എന്താണ് ചാപ്റ്ററിന് പഠിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏതൊക്കെയാണ് സാധ്യത, അപ്പം ചോദിച്ചാൽ 8 മാർക്കിന് എനിക്ക് ആൻസർ എങ്ങനെ എഴുതാം, ആ രീതിയിൽ തന്നെ ചാപ്റ്റർ പഠിക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ എന്ത് ചെയ്യണം, 4 പോയിന്റ്സ് വെച്ചാൽ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ഏരിയസ് ഇത് പഠിക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് പഠിത്തത്തെ ഇനിയിപ്പോൾ ഒന്ന് സ്ട്രക്ചർ ചെയ്യേണ്ട ടൈമായി. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്തൊക്കെയും ബാച്ചിലർ എല്ലാ ചാപ്റ്റേഴ്സ് എടുത്തുന്ന എക്സാംസ് നടത്തി ഇനി നമ്മൾ മാക്സിമം റിവിഷൻസ് നടത്തുക. ഓക്കെ, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കാന്നല്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന കാര്യം നിങ്ങൾ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നതല്ല, റിവൈസ് ചെയ്യുക, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കില്ല, ഇത്ര അധികം കാര്യങ്ങൾ പഠിക്കണേ, മറന്നു പോകുന്ന സ്വാഭാവികമാണ്. എല്ലാ കുട്ടികളും മറന്നു പോകുന്നതാണ്, നിങ്ങൾ മാത്രമല്ല എല്ലാവരും മറക്കും. അപ്പോൾ ചില ആളുകൾ എന്തുകൊണ്ട് മറക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ റിവൈസ് ചെയ്യുന്നുണ്ട്, അവർ നമ്പർ ഓഫ് ടൈംസ് റിവൈസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് മറക്കാത്തത്. നമ്മൾ റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ ഇനി ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല, നമുക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ടൈം അവിടെ യൂസ് ചെയ്യുക. ആൻഡ് ദെൻ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ച് നമുക്ക് എക്സാം അടിപൊളിയാക്കാം. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.